നമസ്കാരം, സ്വാഗതം ഇൻഫോനരേഷൻ. ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിച്ചതാരെന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ. ലോകത്തിലെ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പിരമിഡുകളൊന്നായ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയിൽ നിന്ന് തന്നെ അതിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഏകദേശം 1,00,000 അടിമകൾ 20 വർഷത്തിനടുത്ത് പണിയെടുത്ത് പൂർത്തീകരിച്ചാണ് ഗിസ പിരമിഡ് എന്ന് പറയപ്പെടുന്നു. പിരമിഡിൻ്റെ നിർമ്മാണ സമയത്ത് അടിമകൾക്ക് ഒരു ദിവസം പോലും അവധി കൊടുക്കാതെ അതികഠിനമായാണ് പണിയിപ്പിച്ചതെന്നും പുരാതന ലിഖിതങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അടിമകളായിരുന്നില്ല, അതിവിദഗ്ധരായ ശില്പികളാണ് ഗിസ പിരമിഡ് പണിതെന്ന് ഇപ്പോഴത്തെ ഗവേഷക കണ്ടുപിടുത്തം. ഗിസ പിരമിഡിന്റെ ഉള്ളിൽ രാജാവിന്റെ അറയ്ക്കകത്താണ് ഇതിനെക്കുറിച്ചുള്ള നിർണായക തെളിവുള്ളതായി ഗവേഷകർ പറയുന്നത്. ഇടുങ്ങിയ ഇടനാഴികളുടെ കല്ലുകളിൽ കുറിച്ചിട്ട ലിഖിതങ്ങളിലൂടെയാണ് ഗവേഷകർ ഈ അഭിപ്രായത്തിലെത്തുന്നത്. ഇതിനു പുറമെ കല്ല് മാറ്റുന്ന തൊഴിലാളികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കല്ലറകളും പിരമിഡുകളിൽ കണ്ടെത്തി. ഇവയിലൊക്കെ കരകൗശലക്കാരൻ എന്നർത്ഥമുള്ള ലിപികൾ കുറിച്ചിട്ടിട്ടുണ്ട്. ഈ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പിരമിഡുകൾ പണിത വിദഗ്ധരായ കരകൗശലക്കാരാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. പിരമിഡുകൾ പണിതിരുന്ന പണിക്കാർ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും റൊട്ടിയും മാത്രമാണ് കഴിച്ചിരുന്നതെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ച മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ വാദങ്ങളെല്ലാം മറികടക്കുന്നു. പിരമിഡുകൾ നിർമ്മാണത്തിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനായി ഈജിപ്തുകാർ ദിവസവും വളരെയധികം പശുക്കളും ആടുകളെയും ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അടിമകളാണ് ഇവ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകാൻ അധികാരികൾ തയ്യാറാകില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇത്ര വലിയ പിരമിഡ് പണി തീർക്കാൻ എന്തായാലും ശില്പികൾ മാത്രം മതിയാകാനും സാധ്യതയില്ല. ഒരു കൂട്ടം ശില്പികളുടെ മേൽനോട്ടത്തിൽ അടിമകളെ കൂടി ഉൾപ്പെടുത്തി പണിതാകാനും സാധ്യതയുണ്ട്. ഡോക്ടർ സഹിയും മറ്റു ഗവേഷക അംഗങ്ങളുടെയും പുതിയ കണ്ടുപിടുത്തം ഈജിപ്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുമോ എന്ന് കണ്ടറിയാം. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വാർത്തകളും പുതിയ വിവരങ്ങളുമായി കണ്ടുമുട്ടാം. പങ്കുവച്ച വിവരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം.